അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടുപേരുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരേ സമയം മിന്നൽ പരിശോധന നടത്തി. കേസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കള്ളപ്പണം വെളുപ്പിക്കലിനെക്കുറിച്ചും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊച്ചി ED സോണൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പുലർച്ചെയോടെ ഈ വീടുകളിൽ പരിശോധനയ്ക്കെത്തിയത്. കൊല്ലത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത 2 പ്രാദേശിക ഇടനിലക്കാരുടെ വീടുകളിലാണ് ED സംഘം പരിശോധനയ്ക്കെത്തിയത്. കൊല്ലം പുളിയത്തുമുക്ക് കല്ലിന്താനം സ്വദേശിനിയായ ഇവരുടെ വീട്ടിൽ പുലർച്ചെ തന്നെ ED ഉദ്യോഗസ്ഥർ എത്തി പരിശോധന ആരംഭിച്ചു. ശ്രീജ 40, സുധീർ 31, കൊല്ലം പട്ടത്താനം വടക്കേവിള സ്വദേശിയായ ഇയാളുടെ വീട്ടിലും ഒരേ സമയത്താണ് റെയ്ഡ് നടന്നത്. അവയവദാനത്തിന്റെ മറവിൽ വൻതോതിൽ പണം ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ED ഇതിലെ കള്ളപ്പണ സാന്നിധ്യം അന്വേഷിക്കുന്നത്. MPമാർ, MLAമാർ, പ്രമുഖ ഡോക്ടർമാർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും വ്യാജ സീലുകളും ആധാർ കാർഡുകളും നിർമ്മിച്ച് അവയവദാനവും സ്വീകർത്താവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കാണിക്കാനാണ് ഇവർ വ്യാജ രേഖകൾ ചമച്ചിരുന്നത്. അവയവ സ്വീകർത്താക്കളിൽ നിന്ന് 20 മുതൽ 25 ലക്ഷം രൂപ വരെ മാഫിയ ഈടാക്കുമ്പോൾ പാവപ്പെട്ട ദാതാക്കൾക്ക് 5 മുതൽ 10 ലക്ഷം രൂപ വരെ മാത്രമാണ് നൽകിയിരുന്നത്. ബാക്കി തുക ഇടനിലക്കാരാണ് വീതിച്ചെടുത്തിരുന്നത്.